ഇടുക്കി ജില്ലയിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമണ്ണിലുള്ള കുടമുരുട്ടി മലയിൽ നിന്നും ഉത്ഭവിച്ച് കോട്ടയം ജില്ലയുടെ ഹൃദയഭാഗത്തുകൂടി ഒഴുകി വേമ്പനാട്ട് കായലിൽ ചെന്ന് പതിക്കുന്ന 78 കിലോമീറ്റർ നീളമുള്ള പുഴയാണ് മീനച്ചിലാർ. കോട്ടയം ജില്ലയിൽ അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ മീനച്ചിലാറിൻ്റെ തീരത്ത് അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശമുണ്ട്. അതാണ് ആറുമാനൂർ. ആറുമാനൂരിലെത്തുമ്പോൾ മീനച്ചിലാർ മലയാള അക്ഷരമാലയിലെ ട എന്ന അക്ഷരത്തിൻ്റെ രൂപം കൈക്കൊള്ളും. അതുകൊണ്ട് ഈ പ്രദേശത്ത് മീനച്ചിലാർ ടാപ്പുഴ എന്നറിയപ്പെടുന്നു. ആറുമാനൂരിൽ ടാപ്പുഴ തീരത്ത് പ്രസിദ്ധമായൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, ടാപ്പുഴ കണ്ണൻ്റെ ക്ഷേത്രം. കരുണാമയനായ ടാപ്പുഴ കണ്ണൻ കരയുന്നവരുടെ കണ്ണീരൊപ്പുന്നു, ആറുമാനൂരിനെ അമ്പാടിയാക്കുന്നു, ഭക്തജനങ്ങളുടെ ഹൃദയം വൃന്ദാവനമാക്കുന്നു, അവരോടൊപ്പം കേളിയാടുന്നു. ടാപ്പുഴ കണ്ണനെ പറ്റിയുള്ള ഒരു ഭക്തിഗാനം ഞാനിവിടെ ആലപിക്കുകയാണ്, കേട്ടാലും. മീനച്ചിലാറിൻ തീരത്തിരുന്നു ഞാനേറെ കരഞ്ഞൊരു നേരം, മീനച്ചിലാറിൻ തീരത്തിരുന്നു ഞാനേറെ കരഞ്ഞൊരു നേരം, ആരോരുമറിയാതെ ടാപ്പുഴ കണ്ണൻ ചാരത്തു വന്നു മിഴി തുടച്ചു, ആരോരുമറിയാതെ ടാപ്പുഴ കണ്ണൻ ചാരത്തു വന്നു മിഴി തുടച്ചു, എൻ്റെ ചാരത്തു വന്നൻ മിഴി തുടച്ചു. മീനച്ചിലാറിൻ തീരത്തിരുന്നു ഞാനേറെ കരഞ്ഞൊരു നേരം, ആറതു യമുന നദിയായി ക്ഷണം ആറുമാനൂരമ്പാടിയായി, ആറതു യമുന നദിയായി ക്ഷണം ആറുമാനൂരമ്പാടിയായി, കാർമുകിൽ വന്നെൻ്റെ ശ്രീവത്സവക്ഷസിൽ ചാഞ്ഞു ഞാൻ ഗോകുലരാധയായി, കാർമുകിൽ വന്നെൻ്റെ ശ്രീവത്സവക്ഷസിൽ ചാഞ്ഞു ഞാൻ ഗോകുലരാധയായി, ചാഞ്ഞു ഞാൻ ഗോകുലരാധയായി. മീനച്ചിലാറിൻ തീരത്തിരുന്നു ഞാനേറെ കരഞ്ഞൊരു നേരം, ആരോരുമറിയാതെ ടാപ്പുഴ കണ്ണൻ ചാരത്തു വന്നു മിഴി തുടച്ചു, എൻ്റെ ചാരത്തു വന്നൻ മിഴി തുടച്ചു. മീനച്ചിലാറിൻ തീരത്തിരുന്നു ഞാനേറെ കരഞ്ഞൊരു നേരം, ഓടക്കുഴലൂതി കോടക്കർവന്നൻ മനസ്സും വൃന്ദാവനികയായി, ഓടക്കുഴലൂതി കോടക്കർവന്നൻ മനസ്സും വൃന്ദാവനികയായി, തീരസമീരേ യമുനാതീരേ ശ്രീജയദേവ ഗീതമുയർന്നു, തീരസമീരേ യമുനാതീരേ ശ്രീജയദേവ ഗീതമുയർന്നു, ശ്രീജയദേവ ഗീതമുയർന്നു. മീനച്ചിലാറിൻ തീരത്തിരുന്നു ഞാൻ ഏറെ കരഞ്ഞൊരു നേരം,
ആരോരുമറിയാതെ ടാപ്പുഴക്കണ്ണൻ ചാരത്തു വന്നു മിഴി തുടച്ചു. എൻ്റെ ചാരത്തു വന്നൻ മിഴി തുടച്ചു. മീനച്ചിലാറിൻ തീരത്തിരുന്നു ഞാൻ ഏറെ കരഞ്ഞോരു നേരം.